ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ എങ്ങനെയായിരുന്നു അതിൻ്റെ റിവല്യൂഷൻ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോണത്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയണത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസ് ഷെൽസ് അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റുകൾക്ക് ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് ഫ്രാൻസ് ഷെൽസ് അദ്ദേഹമാണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ വന്നപ്പോൾ ഷെൽസ് അതിന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ടൗൺ ആയിട്ടില്ല, ഡൽഹി സിറ്റിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓൺ സിറ്റിയിലാണ്. അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ട്രേഡേഴ്സ്, മർച്ചൻസ് അല്ലെങ്കിൽ മറ്റ് സാധാരണ ലേബേഴ്സ്, മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരുന്നു അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ന്യൂ ഐഡിയ, ഒരു പുതിയൊരു ഐഡിയ എമർജ് ചെയ്യാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സയലന്റ് ഫീച്ചേഴ്സ്, അതിലെന്തൊക്കെ കാര്യങ്ങളെയായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്തായിരുന്നു, ഈ ഷെൽസ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്. ഷെൽസ് ഇത്തരത്തിലൊരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കൊണ്ടുവന്നത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവർക്ക് ചീപ്പായിട്ട് ക്രെഡിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അതായത് കുറഞ്ഞ നിരക്കിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, ചീപ്പ് ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷെൽസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് കുറഞ്ഞ ചെലവിൽ ലോൺസ് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ ഫീച്ചറായി പറയുന്നത് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, എവിടെയായിരുന്നു ഈ ഒരു ബാങ്ക്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ പറഞ്ഞു ഫ്രാൻസ് ഷെൽസ് അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലാണ് ആ ഒരു ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്. സോ ആ എൻറ്റയർ ടൗൺ അല്ലെങ്കിൽ ദാറ്റ് ഹോൾ ടൗൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബാങ്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൗണിലെ ഒരുപാട് ആളുകൾ, ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ഈ ഒരു ബാങ്കിൽ അംഗമായിരുന്നു. ദെൻ പിന്നീട് മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് വാല്യൂ ഓഫ് ഷെയർ, അതായത് ആ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലായിരുന്നു. അതായത് ഒരു 5 to 15 pounds, 5 പൗണ്ട് മുതൽ ഒരു 15 പൗണ്ട് വരെയൊക്കെ ആയിരുന്നു ജനറലി അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. ദെൻ സംടൈംസ് അല്ലെങ്കിൽ ചില കേസസിൽ അതൊരു 50 പൗണ്ട് വരെയൊക്കെ കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഷെയർസിൻ്റെ വാല്യൂ കൂട്ടണത് എന്തിനാണെന്നുണ്ടെങ്കിൽ, ഏതൊരു ഓർഗനൈസേഷനും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സഫീഷ്യൻ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സോ ഇത്തരത്തിൽ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാൻ, അവർക്ക് ആവശ്യമുള്ള അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഫ്രാൻസ് ഷെൽസ് അതിലൂടെ ഉദ്ദേശിച്ചത്. അതായത് ഷെയറിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഡെയിലി റുട്ടീൻസും എല്ലാം എന്ത് ചെയ്യുന്നു, ഭംഗിയായി നടക്കുന്നു. ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഒരു സേവിങ്സ് ഹാബിറ്റ് എന്ത് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. അതായത് ആ ഒരു സേവിങ്സ് ഹാബിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു സ്വഭാവം കൂട്ടുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ദെൻ നമ്മൾ നാലാമതായി പറയുന്ന ഫീച്ചറാണ് ലയബിലിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു ഷെൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു ബാങ്ക് അവിടുത്തെ ആ ഒരു ഡൽഹി എന്ന് പറയുന്ന ആ ഒരു സിറ്റീനെ, എൻറ്റയർ സിറ്റീനെ അല്ലെങ്കിൽ ഹോൾ സിറ്റീനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ഇത്തരത്തിൽ വലിയൊരു ഏരിയ കവർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ മെമ്പർക്കും പരസ്പരം തിരിച്ചറിയുന്നില്ല, പലർക്കും പരസ്പരം മെമ്പേഴ്സ് ആണെന്നുള്ളത് അറിയില്ല. ദേ ആർ നോട്ട് ഫെമിലിയർ ടു ഈച്ച് അതർ. സോ അത്തരത്തിൽ വേറൊരാൾ മൂലം ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ വേറൊരാൾക്ക് വരുന്ന നഷ്ടം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ എനിക്ക് വരുന്ന നഷ്ടം ഏറ്റെടുക്കാൻ വേറൊരാൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലയബിലിറ്റി, ഓരോ മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. എത്ര ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവർ ഹോൾഡ് ചെയ്യുന്ന അത്രയും ഷെയർസിന് ലിമിറ്റഡ് ആയിരുന്നു അവിടുത്തെ ലയബിലിറ്റി. അതായത് ഇപ്പോൾ 10 ഷെയർ എനിക്കുന്നുണ്ടെങ്കിൽ ആ 10 ഷെയറിൻ്റെ അത്രയും വാല്യൂ അല്ലെങ്കിൽ അത്ര ലയബിലിറ്റിയാണ് എന്നെ ബാധിക്കുന്നുള്ളൂ. സോ അങ്ങനെയായിരുന്നു ആ ഒരു ബാങ്കിൻ്റെ ലയബിലിറ്റി പറയുന്ന ഒരു ആസ്പെക്ട്. ദെൻ ദ ഫിഫ്ത്ത് വൺ വന്ന് നേച്ചർ ഓഫ് ലോൺസ്. മെയിൻലി ഷെൽസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്, അവർ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് പീരീഡിലേക്കായിരുന്നു ലോൺസ്. അതായത് ഷോർട്ട് ലോൺസ് ആണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു 3 മാസം വരെ, അങ്ങനെ ഒരു മിനിമം പീരീഡിനാണ് അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇൻ കേസ് ലോങ്ങർ പീരീഡിലേക്ക് ലോൺസ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് 3 മാസം അല്ല അതിലും കൂടിയൊരു കാലയളവിലേക്ക് ലോൺ വേണം എന്നുണ്ടെങ്കിൽ അതിനവർ സെക്യൂരിറ്റി, എന്തെങ്കിലും ഒരു ടാൻജിബിൾ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് അവർ വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ പൊതുവെ ഷെൽസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഷോർട്ട് പീരീഡിലേക്കാണ് ലോൺസ്. ഇനി അവർക്ക് ലോങ് പീരീഡിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സെക്യൂരിറ്റി, ടാൻജിബിൾ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വേണ്ടി വന്നിരുന്നു. ദെൻ ദ സിക്സ്ത് വൺ ആണ് റിസർവ് ഫണ്ട്. നമ്മൾ എപ്പോഴും പറയും ഏതൊരു കാര്യം അത് സംഭവിക്കാതിരിക്കാൻ നോക്കുക, അതാണ് നല്ലത്. അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതിലും നല്ലത് അത് വരാതെ നോക്കുകയാണ് എന്നുള്ളത്. സോ യെസ്, ദാറ്റ് മീൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ. അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുന്നതിനേക്കാൾ ഭേദം അത് വരാതെ നോക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. സോ അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ഷെൽസ് ബാങ്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവരെന്ത് ചെയ്തിരുന്നു, പ്രോപ്പറായിട്ട് സഫീഷ്യൻറ്റ് റിസർവ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് പ്രിക്കോഷൻസ് എടുത്തിരുന്നു. ബാഡ് ഡെപ്റ്റുകൾ, അതായത് കിട്ടാക്കടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോപ്പറായിട്ട് റിസർവ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കീപ്പ് ചെയ്തിരുന്നു. ദെൻ ദ സെവൻത്ത് വൺ, ഏഴാമത്തെ ഫീച്ചറാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എപ്പോഴും ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാൻ ഷെൽസ് ബാങ്ക്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 20% വരെയൊക്കെ അവരുടെ ഡിവിഡൻഡ് കൊടുത്തിരുന്നു. ഇത്തരത്തിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സേവിങ്സ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ സേവിങ്സിനെ എൻകറേജ് ചെയ്യാനായിരുന്നു അവർ ഹൈ ഡിവിഡൻഡ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ദെൻ ദ എയ്ത്ത് വൺ, ദ മെയിൻ എയിം. ആ ഒരു ഷെൽസ് ബാങ്കിൻ്റെ മെയിൻ എയിം എന്താണെന്നുള്ളത്, ഓഫ് കോഴ്സ് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ. ആ ഒരു ഷെൽസ് ബാങ്കിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ചീപ്പായിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു വെൽഫെയർ അഷ്വർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പറയുന്നത് ഷെൽസ് ബാങ്കിന് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആയിരുന്നു. അവരൊരു ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിന്നാണ് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിന് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചൂസ് ചെയ്തിരുന്നത്, അതായത് ഇലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ആ 3 മെമ്പേഴ്സിൻ്റെ പീരീഡ്, ദാറ്റ് 3 ഡയറക്ടേഴ്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ ഡയറക്ടേഴ്സ് ആയിട്ട് ഇരിക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ എന്ത് ചെയ്തിരുന്നു, സാലറി അല്ലെങ്കിൽ വേജസ് കൊടുത്തിരുന്നു. ദെൻ അതുപോലെ തന്നെ ആ ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ ബാങ്കിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഓരോ സെക്ഷനും ഓരോ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഓരോ പേഴ്സൺസിനെ ഇൻചാർജ് ഏൽപ്പിച്ചു. ദെൻ റെഗുലറായിട്ട് അവരുടെ ഒരു ബാങ്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഓഫീസസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ദെൻ അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും, അവിടുത്തെ തൊഴിലാളികൾ, വർക്കേഴ്സ് എല്ലാവർക്കും നല്ല രീതിയിലൊരു പേയ്മെൻറ്റ് കൊടുക്കാൻ ഷെൽസ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദാറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ആദ്യമായിട്ട് ലോകത്തിൽ വന്നിട്ടുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ദാറ്റ് മീൻസ് ഷെൽസ് ബാങ്ക്, അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഷെൽസ് ബാങ്ക്, ഷെൽസ് ഡിലിഷ് ബാങ്ക്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു.
ദെൻ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. ലാബിലിറ്റി അത് ലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. ദെൻ അവർ ഷോർട്ട് പീരീഡിലേക്കാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ട് റിസർവ്സുകൾ കീപ്പ് ചെയ്തിരുന്നു. ഡിവിഡൻഡ് വളരെ കൂടുതലായി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അവരുടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ അല്ലെങ്കിൽ വെൽബീങ്സ് ഒക്കെ ഉറപ്പുവരുത്തിയിരുന്നു. ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷേഴ്സ് ബാങ്കിനെ കുറിച്ച്, അതായത് വേൾഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സുകൾ റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു.